നിഴൽ പോലും അങ്ങയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല എന്ന് RPF പരിശോധിച്ച റെയിൽവേയുടെ ക്യാമറ, കേരളത്തിലെ മുഴുവൻ ചാനലുകളും പല ആംഗിളുകളിൽ നിന്ന് കീറി മുറിച്ച് പരിശോധിച്ചിട്ടും അവരടുത്തുപോലും എത്തിയിട്ടില്ല, നിഴൽ പോലും താങ്കളുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന പ്രചരണത്തിന്റെയും പ്രകോപനത്തിന്റെയും ഭാഗമായി ജനാധിപത്യ രീതിയിൽ ഒരു കരിങ്കൊടി സമരം മാത്രം നടത്തിയ ഒരു ചെറുപ്പക്കാരന്റെ വീട് തെരഞ്ഞു പിടിച്ച് രാത്രി 2:30 മണിക്ക് വന്ന് ബോംബെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് അക്രമങ്ങൾക്ക് കാരണമായത് ആ കള്ളപ്രചരണമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിയിരുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മ, അവരോട് എന്താണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത്? മുദ്രാവാക്യം വിളികേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉളുക്കിയ കഴുത്തിന്റെ വേദന ഇത്ര അസഹനീയമായിരുന്നെങ്കിൽ ഉഷ എന്ന് പറയുന്ന സഹോദരി കത്രിക വയറിനകത്ത് വർഷങ്ങളോളം കൊണ്ടു നടന്നപ്പോൾ അനുഭവിച്ച വേദന എന്തെന്ന് ഊഹിക്കാൻ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ? വിനോദിനി എന്ന 4ാം ക്ലാസ്സുകാരി 9 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി നിലത്ത് വീണ് കൈയൊടിഞ്ഞതിന്റെ പേരിൽ ആ കൈകൾ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോൾ ആ ഇൻസിഡന്റിലും പിന്നെ ജീവിതകാലം മുഴുവൻ ഇനി അവർ അനുഭവിക്കേണ്ടി വരുന്ന വേദന എന്താണെന്ന് ഊഹിക്കാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ? ഹർഷിന എന്ന് പറയുന്ന ഒരു യുവതി, കോഴിക്കോട് ജില്ലക്കാരി, അവരും ഈ ചികിത്സാ പിഴ മൂലം വർഷങ്ങളോളം അനുഭവിക്കേണ്ടി വന്ന വേദനയെ സംബന്ധിച്ച്, അവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച്, അവരുടെ ഡിമാൻഡുകളെ സംബന്ധിച്ച് ഒരു അനുകൂല നിലപാടും എടുക്കാത്ത ഒരു ഭരണകൂടം, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആരോഗ്യമന്ത്രി, മനുഷ്യരുടെ വേദന ഇപ്പോഴെങ്കിലും ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, മുദ്രാവാക്യം വിളി കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയതിന്റെ പേരിൽ കഴുത്തുളിക്കിയതിന്റെ വേദനയ്ക്ക് പ്ലാറ്റ്ഫോം 1, 2 കടന്ന് 3-ൽ എത്തിയതിന്റെ ശേഷം ഉയർന്ന ബോധോദയത്തിന്റെ ഭാഗമായി തിരിച്ച് ആശുപത്രിവാസം സ്വയം തീരുമാനിച്ച് ICUവിലാക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ സന്ദർശനം നടത്തി വധിക്കാൻ ശ്രമിച്ചുവെന്ന് പാർട്ടി നേതാക്കന്മാരെ കൊണ്ട് പത്രസമ്മേളനം നടത്തി കഴുത്തു പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് ഒടിച്ചു, തിരിച്ചു എന്നൊക്കെ പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് പത്രസമ്മേളനം നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ മനുഷ്യരുടെ യഥാർത്ഥ വേദന അത് തിരിച്ചറിയാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.